ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹം ഒരു MLA ആയിരുന്ന സമയത്തും എൻ്റെ പിതാവും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2009-10 കാലങ്ങളിൽ എങ്ങനെയാണ് എൻ്റെ പിതാവ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം അല്പം വൈകിയാണെങ്കിലും ഇവിടെ കടന്നു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള മതേതര മനസ്സാക്ഷിയുടെ കാവലാൽ പാണക്കാട് കുടുംബത്തിലെ അംഗം, സ്നേഹ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തോലൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. എൻ്റെ പിതാവും പാണക്കാട് കുടുംബവുമായിട്ടുള്ള ആത്മബന്ധം ഈ അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കാനാവില്ല. എൻ്റെ പിതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് പലതവണ ഞങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഒപ്പം മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് വന്ന് പങ്കെടുത്തത്, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തത് ഇന്നും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തിൻ്റെ MP എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ് സർ. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. അങ്ങ് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളത് ഒരിക്കലും മറക്കാനാവത്തില്ല. മലയാളി സമൂഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിനോടൊപ്പം മലയാളികൾ ആദരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു വിശ്വഭവനെ കൂടിയാണ് പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം സർ. സ്വാമി വിവേകാനന്ദന്റെ ശില തിരുവനന്തപുരത്ത് സ്ഥാപിച്ചപ്പോൾ അതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് എൻ്റെ പിതാവ്. അത്രയധികം ആത്മബന്ധം രാമകൃഷ്ണ മിഷനുമായി അദ്ദേഹത്തിനുമുണ്ട്. രാമകൃഷ്ണ മിഷൻ മഠാധിപതി സ്വാമി മോക്ഷപ്രധാനന്ദന്റെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശാന്തിഗിരി ആശ്രമവുമായിട്ടുള്ള എൻ്റെ പിതാവിൻ്റെ ബന്ധവും അതുപോലെ തന്നെയാണ്. എൻ്റെ പിതാവ് മന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥാപകൻ കരുണാകര ഗുരു, പൂജ്യനായ കരുണാകര ഗുരു അവർ എല്ലാ പരിപാടികൾക്കും എൻ്റെ പിതാവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പിതാവും ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോഴും സൂചിപ്പിച്ചിരുന്നു കരുണാകര ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം. ആ അതേ ആത്മബന്ധം പ്രിയപ്പെട്ട പൂജനീയ സ്വാമി ഗുരുരത്നം അവർകളോടും ഉള്ള വ്യക്തിയാണ് എൻ്റെ പിതാവ്. പൂജനീയ സ്വാമിജിയെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പയുമായി ആത്മബന്ധം പുലർത്തിയ നേതാവാണ് ശ്രീ ഗിരീഷ് കൊനാട്ട്. ഈ നാട്ടിലെ പ്രമുഖനായ വ്യക്തിത്വം, SNDP യോഗത്തിന്റെ ചങ്ങനാശ്ശേരി യൂണിയന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അമ്മ ഈ വേദിയിലുണ്ട്, എൻ്റെ സഹോദരിമാർ വേദിയിലുണ്ട്, എൻ്റെ സഹോദരി ഭർത്താവ് ലിജോ വേദിയിലുണ്ട്, എൻ്റെ അനന്തരവൻ എഫിനോഹ, അപ്പോൾ ആഞ്ചല, ക്രിസ്റ്റീൻ എല്ലാം ഈ വേദിയിലുണ്ട്. അവരെല്ലാം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് പ്രത്യേക സ്വാഗതം ആവശ്യമില്ല, ആവശ്യമില്ല. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർ, അഭിവന്ധ്യ ദിയോസ്കോറസ് തിരുമേനി, അതുപോലെ തന്നെ പോളിക്കാർപ്പോസ് തിരുമേനി, ഏറ്റവും ആദരണീയനായ കുർലോസ് തിരുമേനി, എൻ്റെ പിതാവുമായി അടുത്ത ബന്ധം പുലർത്തിയ 3 പിതാക്കന്മാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഈ വേദി സ്വാഗതം മാത്രം പറയുന്ന വേദിയല്ല, നന്ദി കൂടി പറയുന്ന വേദിയാണ്. നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ പിതാവ് ഇവിടെ കബറടങ്ങിയ ദിവസം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടെ കബറടക്കിയ ദിവസം തൊട്ട് ഇവിടെ ഇന്നീ ദിവസം വരെ കൂടിയിരിക്കുന്ന ജനസഞ്ചയം ഒരിക്കലും നിങ്ങളെ മറക്കാനാവത്തില്ല. പുതുപ്പള്ളിയിലെ ജനങ്ങൾ അതിന് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടി, ഞങ്ങളെ കരുതൽ കൊണ്ട് മൂടി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ കരുതൽ കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും ഓരോ മലയാളിയുടെ തന്ന വാത്സല്യം കൊണ്ടുമാണ്. എൻ്റെ പിതാവിന് കൊടുത്ത അതേ സ്നേഹം ഞങ്ങൾ 2 സഹോദരിമാർക്കും എനിക്കും എൻ്റെ മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിനും തന്നതിനുള്ള പ്രത്യേകമായ സ്നേഹവും കടപ്പാടും നിങ്ങളോട് അറിയിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. എൻ്റെ പിതാവിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാരും, പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ, പ്രിയപ്പെട്ട KC ജോസഫ് അവർകൾ, ശ്രീ MM ഹസൻ, ശ്രീ PC ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മകൻ ചാണ്ടി ഉമ്മൻ സംസാരിക്കുകയായിരുന്നു.